വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഫുള്ള് ഒരു സംഭവം കുക്കാക്കുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ വീഡിയോ ആയിട്ട് കാണിക്കുക വെച്ചാൽ അങ്ങനെ നോമ്പ് വീഡിയോ എല്ലാം സ്പീഡാക്കിയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഹാക്ക് അങ്ങനത്തെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പാസ്ത മറ്റേ ആ നീളത്തിൻ്റെ ആ പാസ്ത അല്ല, അതിൻ്റെ പേര് കറക്റ്റായിട്ടുള്ള പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ആക്കുമല്ലോ, അപ്പോൾ ടൈമിന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് മക്രോണി ഇല്ലേ, മക്രോണി പാസ്ത അതാണ് ആക്കുന്നത്. ഫുള്ള് സെറ്റ് ആയിട്ട് അതിൻ്റെ എല്ലാ സാധനങ്ങളും ശരിയായിട്ട് ചെയ്യുന്നതല്ല, തട്ടിക്കൂട്ടുള്ളത് വെച്ച് ചെയ്യുന്നത്. ഇപ്പോൾ റെസിപ്പിക്ക് വേണ്ടാരെങ്കിലും ഈ വീഡിയോ നോക്കുന്നുണ്ട് സ്ഥലം വിട്ട് അതൊന്നും ഉണ്ടാകില്ല. കറക്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ആ രീതി കാണിക്കുകയില്ല, എനിക്ക് ഉള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മക്രോണി പാസ്ത. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പാസ്ത ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഞാനിത് ഒരളവും പോലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫസ്റ്റ് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഒരു സൈഡ് വേകുന്നുണ്ട്. ആ ടൈമിൽ ഇപ്പുറത്ത് ഇത് നമ്മുടെ മെയിൻ പാത്രമാണ്. ഈ പാത്രം ഇല്ലാണ്ട് എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ചെയ്യുമ്പോൾ ഈ ഒരു പാത്രം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടായിട്ട് ഈ ബട്ടർ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോലെ, അതിന് വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ബട്ടർ ഇടുന്നത്. എന്നിട്ട് ഈ ബട്ടർ കുറച്ച് അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഫ്രഷ് ക്രീം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ ഒഴിച്ച് കൊടുക്കുമ്പോൾ എത്ര ആയാലും ഇരുന്നോളൊന്നും വരുന്നില്ല, നന്നായിട്ട് ഞാൻ ഓർമ്മയില്ല, അത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ട കെട്ടിയിട്ടുണ്ടായി. പിന്നെ അവസാനം ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് അവസാനം അതിൻ്റെ എന്താ പറയുക കുടലും എല്ലാം മാന്തി എടുത്തിട്ടാണ് ഞാൻ അത് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ആ ഒരു കട്ടയിനിപ്പോൾ അത് അരിഞ്ഞു വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള പരിപാടി കാണിച്ചു തരാം. പാസ്തൻ്റെ എല്ലാ സാധനങ്ങളും ഇല്ലാതെ ഇതെന്ത് പാസ്ത എന്ന് ആരും ചോദിക്കണ്ട, ഇതാണ് തട്ടിക്കൂട്ട് പാസ്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ചീസെല്ലാം ഇടാനുണ്ട്, ചീസൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം കൊടുന്നിട്ടായിട്ട് ഒരു പ്രാവശ്യം പിന്നെ ഒരിക്കൽ ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു മണം വേണമല്ലോ എന്ന് വെച്ചിട്ടായിട്ട് പാസ്താൻ്റെ മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മന്തി മസാല ഉള്ളത് വെച്ചിട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഇത് എന്തിനിട്ടേന്ന് ആരും ചോദിച്ചിട്ടില്ല, പക്ഷെ ആ ടേസ്റ്റ് നല്ല ഉണ്ടായി. അപ്പം അങ്ങനെ കുറച്ചൊരു മന്തി മസാല ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്, മക്രോണി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ആക്കുന്നുള്ള, ഇപ്പോൾ എന്താവും ഏതാവും എന്നുള്ളൊരു എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ചാക്കിയതാണ്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നുകൂടെ ആക്കി വെക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ മറ്റേ പാസ്ത്രം കഴിച്ചിട്ടുണ്ട്, ഈ അത് ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചല്ല, വേറെ വാങ്ങിച്ചിട്ട് കഴിച്ചത്. ഈ ഒരു പാസ്ത എന്ന് പറയുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടായിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, ഇപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നോമ്പ് പറഞ്ഞിട്ടായി. എനിക്കിപ്പോൾ തിന്നൊക്കെ ചൂടോടെ തിന്നാൻ വന്നതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കപ്പോൾ തിന്നാൻ കഴിയില്ലല്ലോ, നോമ്പ് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ടേസ്റ്റ് വെക്കും, ഞാൻ അഭിപ്രായം. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ചോദിച്ചത്, പാസ്താൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ. നിങ്ങൾ കറക്റ്റ് ആ ഒരു പാസ്താൻ്റെ ആ ഒരു പൊടിയല്ല അതൊന്നും ഇട്ടിട്ടല്ല. അപ്പോൾ ഉള്ളത് വെച്ച് ചെയ്തെടുത്തേക്ക് നല്ല ഉണ്ട്. ആ ബട്ടറിൻ്റെ സ്മെല്ലും ഇതില്ല ഫ്രഷ് ക്രീമിൻ്റെയും അതെല്ലാം ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചില്ലി ഫ്ലെക്സ് അതൊന്നും ഞാൻ ഇട്ടില്ല, അതൊന്നും ഉണ്ടായി ഇടാത്ത ഞാൻ കുഞ്ഞിക്കെല്ലാം കൊടുക്കുന്നതല്ല. അപ്പോൾ ഇത് നോക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ട് ഉള്ളടത്തേക്ക് ഇത് തട്ടിക്കൂടി ചെയ്തെടുത്തേക്ക് നല്ല ടേസ്റ്റിലുണ്ട് തിന്നാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം വേണമെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.